എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 സ്പോട്ട് അഡ്മിഷൻ്റെ അപേക്ഷ ഇന്ന് വൈകുന്നേരം 4 മണിയോടെ അവസാനിച്ചു. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ്, സ്പോട്ട് അഡ്മിഷന് അപേക്ഷ നൽകി ഇനി എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുക എന്നിവ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കുന്നത്. അലോട്ട്മെൻറ്റായി വരുമോ, അത് എങ്ങനെയാണ് ഇതിൻ്റെ അഡ്മിഷൻ നടക്കുക എന്നിവ സംബന്ധിച്ചുള്ള വിശദമായ അറിയിപ്പാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇത്തരത്തിലുള്ള +1 അലോട്ട്മെൻറ്റുകൾ സംബന്ധിച്ചും മറ്റ് അഡ്മിഷൻ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് മുൻപായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ, അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വരുമ്പോൾ ഒരു മെയിൻ കാര്യം പറയുകയാണ്. വീഡിയോയുടെ ടൈം കുറച്ച് ലെങ്ത് എടുക്കും, കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്സുകൾ നടക്കുക എന്നൊക്കെ ഉള്ളൂ. അപ്പോൾ വൈകിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്പോട്ട് അഡ്മിഷൻ്റെ അപേക്ഷാ സമർപ്പണം +1 ഏകജാലക സംവിധാനം വഴിയുള്ള മെറിറ്റ് കോട്ടയിലേക്കുള്ള പ്രവേശനത്തിന് എന്ത് ചെയ്തിരുന്നു, ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാതിരുന്ന വിദ്യാർത്ഥികൾക്കും നോൺ ജോയിനിങ് ആയ വിദ്യാർത്ഥി, അതായത് അഡ്മിഷൻ ലഭിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാതെ നോൺ ജോയിനിങ് ആയ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാനുള്ള അവസരം ഓഗസ്റ്റ് 8 ഇന്ന് വൈകുന്നേരം 4 മണി വരെ. ഇപ്പം സമയം നോക്കുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ ലൈവ് സമയം നോക്കുമ്പോൾ 6:36 അപ്പം 4 മണി വരെ എന്ത് ചെയ്തിരുന്നു, അവസരം നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പം 4 മണി വരെ അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ ലഭിച്ച അപേക്ഷ പ്രകാരമായിരിക്കും എന്ത് ചെയ്യുക, സ്പോട്ട് അഡ്മിഷൻ നടക്കുക. സ്പോട്ട് അഡ്മിഷൻ സർക്കുലറിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഇതുവരെ ലഭിക്കുന്ന അപേക്ഷകളിൽ തെറ്റുകൾ ഇല്ലാത്ത അത് കറക്ഷൻസ് ഇല്ലാത്ത അപേക്ഷകൾ മാത്രമാണ് പരിഗണിക്കുക. ഒരുപാട് വിദ്യാർത്ഥികളുടെ അപേക്ഷയിൽ കറക്ഷൻസ് ഒക്കെ വന്നതുകൊണ്ട് അവർക്ക് തിരുത്തുവാനുള്ള അവസരം നൽകിയിരുന്നു. അങ്ങനെ തിരുത്തി ലഭിച്ച അപേക്ഷകൾ മാത്രമായിരിക്കും സ്പോട്ട് അഡ്മിഷന് വേണ്ടി പരിഗണിക്കുക. നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, അത് സ്പോട്ട് അഡ്മിഷനായി അപേക്ഷ കൊടുത്തപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പിഴവുകൾ കറക്ഷൻസ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങളെ പരിഗണിക്കുന്നതല്ല. സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് ഉടനുണ്ടാകും. നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റിൽ നാളെയോ മറ്റന്നാളോടൊക്കെ കൂടി തരാം. നാളെയോ അല്ലെങ്കിൽ മാക്സിമം പോയാൽ മറ്റന്നാളോട് കൂടി എന്ത് ചെയ്യാൻ സാധിക്കും, സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അങ്ങനെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ആർക്കൊക്കെയാണ് അഡ്മിഷൻ കിട്ടുക, എങ്ങനെയാണ് അഡ്മിഷൻ നടക്കുക എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകിയ ടൈമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് മേടിക്കുന്നതിനൊപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ എന്നിവ നിങ്ങളുടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. HS ആപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിട്ടുണ്ട്. ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച സ്കൂളുകളിലേക്ക് എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച സ്കൂളുകളിലേക്ക് ഈ അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് എന്ത് ചെയ്യും, കൊടുക്കും. ലിസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആ ലിസ്റ്റിൽ അർഹരായ വിദ്യാർത്ഥികളെ സ്കൂൾ അധ്യാപകർ നിങ്ങളെ എന്ത് ചെയ്യും, അർഹരായ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും അധ്യാപകർ ഫോൺ വഴി എന്ത് ചെയ്യും, കോൺടാക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇമെയിൽ വഴി അല്ലെങ്കിൽ മെസ്സേജ് വഴി നിങ്ങളെ എന്ത് ചെയ്യും, കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആപ്ലിക്കേഷനിൽ എൻ്റർ ചെയ്ത് നൽകിയ മൊബൈൽ നമ്പർ ഒരു കാരണവശാലും സ്വിച്ച് ഓഫ് ചെയ്യാനോ മറ്റ് കാരണങ്ങളൊന്നും പാടില്ല. കാരണം കോള് എന്ത് ചെയ്യേണ്ടതാണ്, വരേണ്ടതാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക
അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് അവരെ അങ്ങോട്ട് വിളിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ലാസ്റ്റ് ഇപ്പം നിങ്ങളുടെ റാങ്ക് എന്താണ്, നിങ്ങളുടെ റാങ്ക് ഉദാഹരണത്തിന് 5ഓ 6ഓ സ്ഥാനമാണ്. നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു 15-20 വേക്കൻസി ഉണ്ട്. നിങ്ങളുടെ സ്ഥാനം റാങ്ക് 6 ആണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ മുമ്പിൽ മറ്റ് 5 പേരുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ 10ഓ 15ഓ സീറ്റുള്ളപ്പം ഒരു സീറ്റ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അന്നേരം എന്താണ്, അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ സാധ്യത. നിങ്ങൾക്ക് അങ്ങോട്ട് അവരെ കോൺടാക്ട് ചെയ്ത് എനിക്ക് ഇത്ര 6 റാങ്ക് ഉണ്ട്, അപ്പോൾ എനിക്ക് എന്താ അഡ്മിഷൻ കിട്ടിക്കൂടെ എന്ന് അവരോട് അങ്ങോട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും. റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അതൊക്കെ വിദ്യാർത്ഥികൾ കൃത്യമായ രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്കൂളിൻ്റെ നമ്പർ എന്ത് ചെയ്യാൻ വേണ്ടി HS ക്യാപ്പിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 3 ഡോട്ട്സ് അല്ലെങ്കിൽ മെനു എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെനു എന്നൊരു ഓപ്ഷൻ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദൃശ്യമാകുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. ദൃശ്യമാകുന്ന പേജിൽ നിങ്ങൾക്ക് അവിടെ ഒരു മെനു മെനു എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദൃശ്യമാകുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സ്കൂൾ ലിസ്റ്റ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യാൻ ചോദിക്കും. ജില്ല, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ജില്ല എന്ന് പറയുമ്പോൾ കാസർഗോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുന്ന പക്ഷം കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകളും, മുഴുവൻ ഗവൺമെൻറ് എയ്ഡഡ് പ്രൈവറ്റ് സ്കൂളുകളിലെ ലിസ്റ്റും അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ലാൻഡ് ഫോൺ നമ്പറും നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ഇപ്പം സർക്കാർ ഓഫീസ് ടൈം എത്ര മണിയാണ്? ഓഫീസ് ടൈം എന്താണ്, 10 to 5 മണിയാണ് ഓഫീസ് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ടൈമിനുള്ളിൽ ഓഫീസിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവരോട് സംസാരിക്കാനും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ് സാധിക്കുമെന്നുള്ളത് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്, ഇപ്പം നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്ക് തന്നെ റാങ്ക് നോക്കുമ്പോൾ ഏകദേശം മനസ്സിലാകും. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു സ്കൂളിൽ 10 സീറ്റുണ്ട്, നിങ്ങളുടെ റാങ്ക് എന്ന് പറയുന്നത് 6ആണ്. അപ്പോൾ നിങ്ങൾക്ക് 10 പേർക്ക് സീറ്റ് കൊടുക്കാം. നിങ്ങളുടെ റാങ്ക് 6ആണ്. അപ്പോൾ ആദ്യത്തെ 10 പേർക്കാണ് സീറ്റ് കൊടുക്കേണ്ടത്. കാരണം ഒരു സ്കൂളിൽ 50 അപേക്ഷകൾ വന്നു. ആ 50 അപേക്ഷകളിൽ 10 വേക്കൻസിയിലേക്കാണ് 50 അപേക്ഷകൾ വന്നത്. ഇപ്പം നിങ്ങളുടെ റാങ്ക് 6ആം സ്ഥാനമാണ്. അപ്പം നിങ്ങൾക്കൊരു സീറ്റ് എന്തായാലും ഉറപ്പാണ്. കാരണം എന്താണ്, 10 വേക്കൻസി ഉണ്ട്, ആദ്യത്തെ 10 പേർക്ക് കൊടുക്കാം, 1 to 10 എന്നുള്ളതിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ റാങ്ക് എന്താണ് റാങ്ക് 6ആം സ്ഥാനത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സീറ്റ് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ സീറ്റ് ലഭിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ്, വളരെ കൂടുതലാണ്. അങ്ങനെ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ബാക്കിയുള്ള അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ അവർ നിങ്ങളെ കാണാതെ വിട്ടുപോവുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അവർ നിങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അവർ പറയും മറ്റ് TC മറ്റ് ഡോക്യുമെൻറ്റ്സ്, TC സ്വഭാവ സർട്ടിഫിക്കറ്റും ഒക്കെ ആയിട്ട് മറ്റ് ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് വന്ന് എന്ത് ചെയ്തോ നാളെ വന്ന് എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റന്നാൾ വന്ന് അഡ്മിഷൻ എടുത്തോളം നിങ്ങളവരെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുക. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ഇങ്ങോട്ട് വിളിക്കുമെന്ന് കരുതി നിങ്ങൾ ഇരിക്കേണ്ട. ഇങ്ങോട്ട് വിളിക്കുന്നത് അവർ വിളിക്കാതിരിക്കും ചെയ്തോട്ടെ. പക്ഷെ എന്താണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, നിങ്ങൾ ഏതൊക്കെ സ്കൂളുകളിൽ അഡ്മിഷനായി അപേക്ഷ നൽകിയിട്ടുണ്ട് ആ സ്കൂളുകളിലേക്കൊക്കെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം എന്തായാലും നമ്മൾ കോൺടാക്റ്റ് ചെയ്ത് നമുക്ക് ചോദിക്കും. ഇപ്പം നമ്മളിപ്പം റീചാർജ് ചെയ്യുമ്പം ഇപ്പോഴത്തെ റീചാർജിൻ്റെ പ്ലാനൊക്കെ എന്താണ്, എല്ലാം 199, 299, 249 ഏത് ചെയ്താലും എന്താണ് അൺലിമിറ്റഡ് കോളുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും വിളിക്കുകയും മിണ്ടുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ ഒട്ട് നഷ്ടം വരികയില്ല. എന്തായാലും നിങ്ങൾ റീചാർജ് ചെയ്യുന്നു, അപ്പം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് കോളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ വിളിക്കുന്നത് വെച്ച് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആവശ്യം ആരുടെയല്ല, അവരുടേതല്ല. ഞാൻ എപ്പോഴും വീഡിയോകളിൽ പറയുന്നൊരു കാര്യമാണ്, ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കൊടുക്കേണ്ടത് കോളേജുകാരുടെയും സ്കൂളുകാരുടെയും കാര്യമല്ല. സ്കൂളുകാർക്ക് എന്തായാലും പിള്ളേർ കിട്ടും, അവരെങ്ങനെയായാലും ആ സീറ്റ് വേക്കൻസി ആയിരിക്കും. ഇനി ആ സീറ്റ് വേക്കൻസി നികത്തിയില്ലല്ലോ അവർക്ക് കുഴപ്പമില്ല. കാരണം എന്താണ്, അവർ ഉള്ള പിള്ളേരെ വെച്ച് അവർ പഠിപ്പിക്കും. ഉള്ള പിള്ളേരെ വെച്ചാണ് അവർ പഠിപ്പിക്കും.
സീറ്റ് വേക്കൻസി ഫില്ലാക്കണമെന്ന് അവർക്ക് നിർബന്ധമില്ല. പക്ഷേ എന്താണ്, അഡ്മിഷൻ കിട്ടണമെന്നുള്ളത് ആരുടെ നിർബന്ധമാണ്? ഉദാഹരണത്തിന് വിദ്യാർത്ഥിയുടെ നിർബന്ധമാണ്. ഏതൊരു വിദ്യാർത്ഥിക്ക് സീറ്റ് കിട്ടണമെന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യില്ല, നമുക്ക് സീറ്റ് തരാൻ മറ്റൊരാൾക്ക് ഉത്തരവാദിത്തം കാണില്ല. പക്ഷേ നമുക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം നമുക്ക് വേണ്ടത്. അപ്പം നമ്മളാണ് അതിൻ്റെ പുറകെ അന്വേഷിക്കേണ്ടത്. നമ്മളതിൻ്റെ പുറകെ അന്വേഷിക്കുകയും നമ്മൾ അത്രയും സീരിയസ്നെസ് ആയിട്ട് രീതിയിൽ നമ്മളതിനെ കാണുകയും ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. എന്താണ്, നമ്മളിപ്പം ഒരുപാട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ SLCയിൽ വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളും തന്നെ ഉപരിപഠനത്തിന് യോഗ്യരാണ്. പക്ഷേ ഇതുവരെയും അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പുറത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. SLCയിൽ ഉന്നത വിജയം നേടിയിട്ടും ഇതുവരെ പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അഡ്മിഷൻ സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവകാശമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ടുള്ള നോക്കി കൺട്രോൾ ചെയ്തുകൊള്ളുക. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അധ്യാപകർ നിങ്ങളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അവരെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുക. കാരണം ആവശ്യം എപ്പോഴും അവരുടേതല്ല. കാരണം നിങ്ങൾക്ക് സീറ്റ് തരേണ്ടത് അവിടുത്തെ അധ്യാപകൻ്റെ ഉത്തരവാദിത്തമല്ല. നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തുകൊള്ളുക, കണ്ടറിഞ്ഞ് അവരെ കോൺടാക്ട് ചെയ്യുക. ഇപ്പം ഞാൻ എൻ്റെ ഡിഗ്രി അഡ്മിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് അഡ്മിഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പോൾ ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് സംശയം വന്നാലും അതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റിന് ഉത്തരവാദിത്തപ്പെട്ടവരെ ടൈമിൽ കോൺടാക്ട് ചെയ്യും, ആ സംശയ ദൂരീകരണമൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് വേണം, ആവശ്യം നമ്മുടെയാണെന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. My name is Kreda, founder of Scraya for the Career Academy. Thanks for watching. Bye.